അങ്ങനെ നമ്മൾ എക്സിബിഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണ്. ഏകദേശം ഇനി 13-ാം തീയതി വരെ നമ്മൾ റിഡക്ഷൻ സെയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് 20% ഡിസ്കൗണ്ട്. എത്ര പ്ലാന്റ് എടുക്കുന്നു, എന്തൊക്കെ സാധനങ്ങൾ അവിടുന്ന് മേടിക്കുന്നോ, നമ്മളെ ചെടി നഴ്സറി സംബന്ധമായിട്ടുള്ള എവിടുന്ന് എന്ത് സാധനം എടുത്താലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ടോട്ടലി നമ്മൾ 20% ഡിസ്കൗണ്ടിലാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 13-ാം തീയതി വരെയാണ് ഇതുള്ളത്. അന്നേരം 10-ാം തീയതി ഇന്ന് കൊണ്ട് തന്നെ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നഴ്സറിയാണ്. 13-ാം തീയതി വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണോ അതിനകത്ത് നിന്ന് എടുക്കുക. അതിനകത്ത് 20% ഡിസ്കൗണ്ടിൽ നമ്മൾ പ്ലാന്റ് തരുന്നതായിരിക്കും. ഇപ്പോൾ കൊണ്ടുവന്ന സ്റ്റാർലൈറ്റ് ഫൈക്കസ് ആണ്. ഇപ്പോൾ കൊണ്ടുവന്ന സ്റ്റാർലൈറ്റ് ഫൈക്കസ് ഇറക്കി ഒരു ബെഡാക്കി സെറ്റ് ചെയ്തിട്ടേക്കുന്ന പ്ലാന്റാണ് കാണുന്നത്. അതേപോലെ തന്നെ ബോൺസൈയുടെ ചെറിയ തൈകൾ, അറബിക്കത്തിൻ്റെ തൈ, അതേപോലെ തന്നെ വാഴ, തെങ്ങ്, കവുങ്ങ്, അതേപോലെ റോസ്, എല്ലാ സാധനവും ഉണ്ട്. ഏത് സാധനമായാലും 20% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അന്നേരം നിങ്ങൾ കൊല്ലത്തൊക്കെ വരുന്ന സമയത്ത് ഇനിയിപ്പം എന്തായാലും 2-3 ദിവസം കൂടുണ്ട്, 13-ാം തീയതി വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. 7 ഡേ റോസ് ഉൾപ്പെടെ എന്ത് സാധനം എടുത്താലും അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അരളി, തെറ്റി, പിച്ചി, പിച്ചകം, അതേപോലെ തന്നെ റോസിൻ്റെ ഇനങ്ങൾ, അതേപോലെ തെങ്ങ്, മാവിൻ്റെയൊക്കെ പല വെറൈറ്റികളുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് ആവട്ടെ, അതേപോലെ തന്നെ എന്ത് സാധനമായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. അതേപോലെ തന്നെ നമ്മൾ യാദർച്ഛികമായിട്ട് നമ്മൾ പച്ചക്കറി വിത്തൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ പ്ലാന്റുകൾ വെച്ച് വളർത്തിയ ഒരാളുടെ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ചന്ദ്രൻ ചേട്ടൻ. അന്നേരം ചന്ദ്രൻ ചേട്ടൻ്റെ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ തൈകളൊക്കെ വയ്ക്കുന്നത് പുള്ളി ടെറസ് ഫാമിൽ. ഇത് നിങ്ങൾക്കൊക്കെ കൂടി ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ ടെറസിൽ താഴെയിൽ ഒരു വെള്ളം അധികം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഷീറ്റ് ഇട്ടതിന് ശേഷം മുകളിൽ പച്ച നെറ്റ് അടിച്ച് ഓട് വെച്ചിട്ട്, അതായത് താഴോട്ട് ഈർപ്പം അധികം പിടിക്കാതിരിക്കാനും ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പൊക്കിയിരിക്കത്തില്ല. ഈ ഓടിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചുടുകട്ടയെ കാണാൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ പൊക്കിയിടാം. അതേപോലെ തന്നെ പയറൊക്കെ ചരിച്ച് ആ മൂലയിൽ ഗ്രോ ബാഗ് വെച്ചതിന് ശേഷം അതിനെ പടത്തി മുകളിലോട്ട് കയറ്റിയേക്കാണ്. അതിനകത്ത് ഇറിഞ്ഞിൽ പോലെ അവർക്ക് ആദായം എന്ന് വെച്ചാൽ പച്ചക്കറി കടയിൽ പോയി നമ്മൾ എത്ര രൂപയുടെ വിഷമടിച്ച പച്ചക്കറി മേടിച്ച് കഴിക്കുന്നോ അത് അധികം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് സ്കീമുകളൊക്കെ, ഒരു മുറം പച്ചക്കറിയൊക്കെ നമ്മൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട് അല്ലേ. അന്നേരം അതേപോലെ തന്നെ വിത്തിട്ട് കിളിപ്പിച്ച് കുറേ പ്ലാന്റുകൾ, അതേപോലെ തന്നെ പുള്ളിയുടെ കോളിഫ്ലവറിൻ്റെ പ്ലാന്റാണ് നിൽക്കുന്നത്. ക്യാബേജും കോളിഫ്ലവറും ഒക്കെ പുള്ളി വെച്ചതാണ്. അത് നമ്മൾ ചെറിയ സാഷിയായിട്ട് മേടിച്ചാൽ കിട്ടിയ കോളിഫ്ലവറും ക്യാബേജുമാണ്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുന്നതാണ് ഇതായി കാണുന്നത്. കണ്ടില്ലേ, ആ പയറിൻ്റെയൊക്കെ നീളം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. ഒരു 4-5 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും നമ്മളെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ സാധിക്കുമല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അതേപോലെ തന്നെ കോവൽ താണ്ട് ആ വീടിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അതിനെ കെട്ടി വീട്ടിലോട്ട് വിട്ട് അത് നെറ്റിലേക്ക് കടത്തി വിട്ടേക്കുന്നത്. വേറെ ഒന്നുമില്ല, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോവൽ. പുതിയ വീടാണ് അതാണ് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ വലിച്ച് കെട്ടിയതിന് ശേഷം വെച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുളക്, അതേപോലെ വെണ്ട, വഴുതന, എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇതേപോലെ നിങ്ങൾക്കെന്നല്ല നമുക്കെല്ലാവർക്കും വീട്ടിൻ്റെ മുകളിൽ അത് വെള്ളം താഴോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം, അതിന് ശേഷമേ ചെയ്യാവൂ അല്ലേ. അതേപോലെ തന്നെ നല്ല ജൈവമായിട്ടാണ് ഇത് വളർത്തുന്നത്, ജൈവ പച്ചക്കറി തോട്ടമായിട്ടാണ്. അതിനകത്ത് നമ്മൾ വേപ്പെണ്ണ, അതേപോലെ തന്നെ പഞ്ചഗവ്യം, അതേപോലെ തന്നെ മണ്ട കുരുടൽ വരാതിരിക്കാൻ വേണ്ടി വേപ്പെണ്ണയ്ക്കകത്ത് ഈ കാന്താരി മുളക് ചതച്ച് അതും കൂടെ ചേർത്തിട്ട് അടിക്കുക. അതേപോലെ തന്നെ താണ്ട് ഇത് സാലഡ് കുക്കുംബർ ഇതേപോലെ പടർത്തിയിട്ടേക്കുന്നതാണ്. നമ്മളെ സീഡിൽ നിന്നുള്ള സാലഡ് കുക്കുംബറാണ്. അതേപോലെ തന്നെ അത് നല്ല അടിപൊളിയായിട്ട് പടർന്ന് മേളിലോട്ട് വന്നു. അതിനകത്തൊരു പുഴു ഈ പുഴുവിനെയൊക്കെ ശ്രദ്ധിച്ചോണം, അത് നിരീക്ഷണം. നമ്മളെല്ലാവരും ഈ ചെടികളെ ഓരോന്നിനെയും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നിരീക്ഷിക്കണം. അന്നേരം അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. അന്നേരം ചെടികളെ പറ്റിയിട്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നമുക്ക് ഇനിയും ഇടാനായിട്ടുള്ളതാണ്. അന്നേരം കണ്ടല്ലോ, ഇത് ഇപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് എനിക്കും 2 ഗ്രോ ബാഗ് മേടിച്ചിട്ട് ഇതേപോലെ തന്നെ കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ടാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം. അല്ലെന്നുണ്ടെങ്കിലും ഒന്നുമില്ല, നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ പച്ചക്കറിയായിട്ട് വെച്ച് കഴിക്കാനായിട്ട് കഴിയുന്ന മാത്രമല്ല ഒരു വരും തലമുറ നല്ല വൃത്തിയാവണം, വിഷരഹിതമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ
വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഏതാണ്ട് 53,000 പേരായിട്ടുണ്ട്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അന്നേരം കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നഴ്സറിയിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. 13-ാം തീയതി വരെയാണ് നമ്മൾ നഴ്സറി അവിടെ എന്താ പറയുക ഉള്ളത്. അന്നേരം അതിനുശേഷം നമ്മൾ 2-3 നഴ്സറിയിലേക്കായിട്ട് നമ്മൾ നഴ്സറി തന്നെ നമ്മൾ മേടേമൊക്കെ മാതൃഭൂമി ഓഫീസിനടുത്തുള്ള നഴ്സറിയിലോട്ടും നമ്മളെ നഴ്സറിയിലോട്ടും അത് രണ്ടാംകുറ്റി മെയിൻ നഴ്സറിയിലോട്ടും ഒക്കെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. ഇപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ ഒരു 13-ാം തീയതി തന്നെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. അന്നേരം അതും കൂടെ ഒന്ന് പറയുന്നതാണ്. അന്നേരം നിങ്ങൾ ചിലപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒക്കെ ഒന്ന് വരാനായിട്ട് ശ്രദ്ധിക്കുക. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.